ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഹെൽത്തി ലഡു ആണ്. അപ്പോൾ അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാഷ്യൂ, ഹാലിം സീഡ്സ്, പിന്നെ ആൽമണ്ട്സ്, ആപ്രിക്കോട്ട്സ് അതായത് വാൾനട്ട്സ്, പിന്നെ ചിയ സീഡ്സ്, അതേപോലെ തന്നെ സൺഫ്ലവർ സീഡ്സും എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് എന്താ പറയുക 25 ഡേറ്റ്സ് ആണ്. അപ്പോൾ എല്ലാം ഞാനൊരു പ്ലേറ്റിലേക്ക് 250 ഗ്രാംസ് ആണ് ഈച്ച് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ എല്ലാം ഞാനൊരു എന്താ പറയുക പ്ലേറ്റിലേക്ക് മാറ്റി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആദ്യം ഞാൻ ചെയ്തത് എന്താ പറയുക ഈ ഡേറ്റ്സ് ഒക്കെ നല്ലോണം വാഷ് ചെയ്തിട്ട് സീഡ്ലെസ് ആക്കിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നമുക്കിനി റോസ്റ്റിംഗ് പരിപാടിയിലേക്ക് പോകാം. അപ്പോൾ ഞാനൊരു എന്താ പറയുക നോൺ സ്റ്റിക്ക് പാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലേക്ക് ഒന്നും ഇടേണ്ട ആവശ്യമില്ല, ഗീയോ ഓയിലോ ഒന്നും ഇടേണ്ട ആവശ്യമില്ല. കാരണം ഡ്രൈ ആയിട്ട് എന്താ പറയുക ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ വാൾനട്ട്സും ആൽമണ്ട്സും കാഷ്യൂസും ഒക്കെ നല്ലോണം ഒന്ന് എന്താ പറയുക റോസ്റ്റ് ആക്കി എടുക്കുക. അതിന് ശേഷം ഹാലിം സീഡ്സും ചിയ സീഡ്സും റോസ്റ്റ് ചെയ്യാം. പിന്നെ അതിന് ശേഷം നമുക്ക് സൺഫ്ലവർ സീഡ്സും അതേപോലെ തന്നെ ഡേറ്റ്സും. ഈ ഡേറ്റ്സ് ഇടുമ്പോൾ നമുക്ക് കുറച്ച് കാർഡമൺ പൗഡർ ആക്ച്വലി ആഡ് ചെയ്യണം. കാരണം എന്ന് പറഞ്ഞാൽ ഒരു സ്മെല്ല് ചില ആൾക്കാർക്ക് ഇഷ്ടപ്പെടില്ല. അതിന് വേണ്ടിയിട്ടാണ് എല്ലാ വീഡിയോയിലും എന്താ പറയുക കാർഡമൺ പൗഡറാണ് ഇടുക. അപ്പോൾ ഇവിടെ ആക്ച്വലി കാർഡമൺ ഫുള്ളാണ് ഉള്ളത്. അപ്പോൾ ഞാൻ വിചാരിച്ചു അത് എന്താ പറയുക സീഡ്സ് മാത്രം ഉള്ളിൽ നിന്ന് എടുത്തിട്ട് ഗ്രൈൻഡറിലേക്ക് ഇടുക. ആക്ച്വലി ഇതെല്ലാം കൂടെ ഗ്രൈൻഡ് ചെയ്യാനുള്ളത് തന്നെയല്ലേ. അപ്പോൾ ഞാൻ ഓരോ പ്ലേറ്റിലും ആദ്യം ഫസ്റ്റ് ഞാൻ ഇട്ടത് ഡേറ്റ്സ് ആണ്. പിന്നെ അതിന് ശേഷം അതെടുത്ത് മാറ്റി വെച്ചിട്ട് പിന്നെ ഞാൻ ബാക്കി എല്ലാ നട്ട്സും കൂടെ ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുത്തു. അപ്പോൾ ഗ്രൈൻഡ് ചെയ്ത് നല്ല തരി പൗഡർ പോലെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ കടിക്കാൻ പറ്റുന്നൊരു രീതിക്കുള്ളത്. അപ്പോൾ ഞാൻ ഇനി എല്ലാം കൂടെ ഒരു ബൗളിലേക്ക് മാറ്റാണ്. എന്നിട്ട് നമുക്ക് നല്ലോണം കയ്യിൽ ഗീ അപ്ലൈ ചെയ്തിട്ട് നല്ലൊരു എന്താ പറയുക ബോൾ രൂപത്തിലെടുക്കുക. അപ്പോൾ രണ്ട് കയ്യിലും ഞാൻ നല്ലോണം ഗീ അപ്ലൈ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഞാനൊരു പ്ലേറ്റ് നിറയെ ആക്ച്വലി ലഡ്ഡൂസ് ഉണ്ടായിരുന്നു. 250 ഗ്രാംസ് എടുത്തിട്ടും. അപ്പോൾ ഇത് എൻ്റെ ഹെയറിനും സ്കിന്നിനൊക്കെ അടിപൊളിയായിട്ട് വർക്ക് ചെയ്തൊരു മാജിക്കൽ ലഡ്ഡു തന്നെ. കാരണം എനിക്ക് കുറേ സ്കിൻ പ്രോബ്ലംസോ ഹെയർ തിന്നിങ് ഒക്കെ ഉണ്ടായത്. ഇത് കഴിച്ചപ്പോൾ ഡെയിലി ഓരോന്ന് വെച്ച് കഴിച്ചാൽ മതി. കുട്ടികൾക്കാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ ജസ്റ്റ് നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ അത്രേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.